ഫ്രണ്ട്സ് വെറൈറ്റിയുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജിയോ മച്ചാനെ പറ്റിയാണ്. ജിയോ മച്ചാൻ കുറെ ക്രീമും കാര്യങ്ങളുടെ ഒക്കെ വീഡിയോ ഇടുന്ന ആളാണ്. പക്ഷെ ഒരു മുടിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മുടിയുടെ വീഡിയോ ഒറിജിനലാണോ ഡൂപ്പാണോ എന്ന് എനിക്കൊന്നും അറിയണം. കാരണം എൻ്റെ മുടി ചെറുതായതുകൊണ്ട് എനിക്കത് തേച്ച് വലുതാക്കണം എന്നുണ്ട്. എൻ്റെ അമ്മയുടെയും മുടി അങ്ങനെ ചെറുതാണ്. അപ്പം എൻ്റെ അമ്മയുടെ മുടി ചെറുതാണ് ഉണ്ട്. ആ ഓയിൽമെൻറ്റ് ഒന്ന് തേച്ചിട്ട് വേണം എൻ്റെ മുടി വലുതാക്കാൻ. ഈ ജിയോ മച്ചാൻ ഈ ഓയിൽമെൻറ്റ് വാങ്ങിച്ച് തേച്ചിട്ടുണ്ടെങ്കിൽ തേച്ചിട്ടില്ലെങ്കിൽ വേറെ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും കൊണ്ടുവന്ന് ഈ ഒരു തേച്ചിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഇടാൻ പറ്റുമോ ജിയോ മച്ചാന്? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടു നമ്മുടെ സാറക്കുട്ടി ഈ ഇതിൻ്റെ ജിയോ മച്ചാനെ പറ്റി പറയുന്നത്. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ, അതായത് എഴുന്നേറ്റ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഉറങ്ങായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്താണ് കിടന്നത്. അപ്പോൾ അടുത്ത് തന്നെ ഇവർ ഉപയോഗിക്കുന്ന ഫോൺ ഇരിപ്പുണ്ടായിരുന്നു. ഈ ഫോണിൽ വീഡിയോ എടുക്കുകയാണ് കൊച്ച്. അപ്പം ഞാൻ അറിയുന്നില്ല, ഞാനത് കിടന്നുറങ്ങുന്ന ആളാണ്. അപ്പോൾ വീഡിയോ എടുത്തിട്ട് എന്തൊക്കെയോ ജിയോ മച്ചാനെ പറ്റി പറയുന്നു. അപ്പോൾ ഓയിലിൻ്റെ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഓയിലിൻ്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ എനിക്ക് അതിനെ പറ്റിയിട്ടൊരു കാര്യങ്ങൾ വീഡിയോ ചെയ്യണമെന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ സമയക്കുറവിലും വിട്ട് കളഞ്ഞതാണ്. പക്ഷെ കൊച്ചും ഇങ്ങനെ കിടന്നിട്ട് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഒരു ഇത് തോന്നി. അത് സ്വന്തമായിട്ട് അവരുടെ ഫോണിലെടുത്ത വീഡിയോ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാം. എൻ്റെ അമ്മയ്ക്ക് വളർത്തണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതേപോലെ അത് ഒറിജിനലാണോ ഡൂപ്പാണെന്നോ എനിക്കൊന്ന് അറിയണം കേട്ടാ. ജിയോ മച്ചാൻ പരസ്യങ്ങളിലൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊമോഷനായിട്ട് പെരട്ടി ഉപയോഗിച്ചൊക്കെ കാണിക്കാറുണ്ട്. ഈ വീഡിയോ ഇപ്പോൾ ഒരു മാസമായി ഇറക്കിയിട്ട്. ഞാൻ കണ്ടത് 5-ാം ദിവസം വീഡിയോ കണ്ടു. അപ്പോൾ ഈ കണ്ട വീഡിയോ നമ്മളിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ആ വീഡിയോ കണ്ടില്ലേ? ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൽ നിന്ന് കേട്ടപ്പോൾ എന്താണ് കൊച്ച് പറയുന്നതെന്ന് വെച്ചപ്പോഴാണ് സാറുകുട്ടി പറഞ്ഞത് ജിയോ മച്ചാൻ്റെ ഇത് കണ്ടു, എനിക്ക് ആ ഓയിൽമെൻറ്റ് എന്നാണ് പറയുന്നത്. കൊച്ച് ഓയിൽ മേടിച്ച് ഉപയോഗിക്കണം, അമ്മയുടെ മുടി വളർത്തണം, നീളം കൂട്ടണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആ വീഡിയോ ശരിയാണ്, അത് കണ്ടിരുന്നല്ലോ. ആ വീഡിയോയിൽ എനിക്കൊരു എതിർപ്പ്, അതായത് 1-2 കാര്യങ്ങൾ ജിയോ മച്ചാനായിട്ട് പറയാനുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് പറയണമെന്ന് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഏതായാലും സാറുകുട്ടി ഇത് കണ്ടിട്ട് ഇങ്ങനെ ഫോണിൽ ഇപ്പോൾ ചെയ്ത് വെച്ചിരിക്കാൻ പറയാമല്ലേ. അപ്പം സാറുകുട്ടിയുടെ അഭിപ്രായം പറയാം എന്ന് കരുതിയിട്ടാണ് കൊച്ചിൻ്റെ അഭിപ്രായം പറഞ്ഞത്. ഇതിൽ ഇത്രയേ ഉള്ളൂ. ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ജിയോ മച്ചാന് നമസ്കാരം. ജിയോ മച്ചാൻ ഈ വീഡിയോ കാണണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജിയോ മച്ചാൻ എൻ്റെ നാട്ടുകാരനാണ്, എനിക്ക് പരിചയമുള്ള ഒരാളാണ്. ഞാൻ ഒരുപാട് വീഡിയോസ് കാണുന്നതാണ്. എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും, ഇംഗ്ലീഷുകാരുടെ ആയാലും മലയാളികളുടെ ആയാലും എല്ലാ ചെറുതും വലുതൊന്നും നോക്കാതെ സമയം കിട്ടുന്ന സമയങ്ങളിൽ കാണുന്ന ഒരാളാണ്. അതിന് കമൻറ്റുകളും ഒക്കെ ഇടാറുണ്ട്. നമ്മളും ഒരു ചെറിയ വെറൈറ്റി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ചെയ്യുന്ന ആളാണ്. അതിൽ ബിസിനസ്സും കാര്യങ്ങളും, ഇൻഫർമേഷന്, അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ, അതിലും കുറേ തമാശകളും കാര്യങ്ങളും, എന്നാൽ സീരിയസ് ആയ കാര്യങ്ങളുണ്ട്. സ്ഥല കച്ചവടങ്ങൾ, വീട് കച്ചവടങ്ങൾ, വീട് വാങ്ങാനും വിൽക്കാനും, വീടുകൾ പണിതിട്ട് വിൽക്കുന്ന ആളുകളുടെ പ്രൊമോഷൻ വീഡിയോസ്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. പിന്നെ കുറേ വർക്കുകൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ, അതൊക്കെ പല ആൾക്കാർ സമീപിക്കാറുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചെറിയൊരു പ്രതിഫലവും വാങ്ങിക്കുന്നുണ്ട്. കൊച്ചിന് അത് ആ വീഡിയോ കണ്ടപ്പോൾ വാങ്ങിച്ച് തേച്ചാൽ മുടി അത്രയും വളരുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല, ഉറപ്പില്ല. എന്തുകൊണ്ടാണ് ഉറപ്പില്ലാത്തത്? കാരണം ഒരു ഓയില് തേച്ച് കഴിഞ്ഞാൽ അങ്ങനെ മുടി വളരത്തില്ല. ഓക്കെ. അപ്പോൾ കൊച്ചിൻ്റെ അഭിപ്രായം കൊച്ചു പറഞ്ഞിട്ടുണ്ട്. ഇനി കൊച്ചു അത്രയും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇനി കൊച്ചിനെ ഒഴിവാക്കിയിട്ട് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ജിയോ മച്ചാൻ എന്തായാലും കാട്ടിൽ പോയി നിങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു, മൈസൂർ വരെ പോയി നിങ്ങൾ പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വിളിച്ചു, നിങ്ങൾ പൈസ വാങ്ങി പോയി വീഡിയോ ചെയ്തു. അങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ നമ്മൾ മറ്റുള്ള ടെക്നോളജി കാര്യങ്ങളെ പറ്റിയൊക്കെ പോകുന്നത് പല വീഡിയോസൊക്കെ കാണുമ്പോൾ ശരിയായിരിക്കാം, അന്വേഷിക്കാൻ പോയതായിരിക്കും. പക്ഷേ ഇത് ഇത്രയും മൈസൂർ വരെ പോയിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കാനോ അല്ലെങ്കിൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി പോയതല്ല, ഒരു പരസ്യം എന്ന രീതിക്ക് തന്നെയാണ് പോയതെന്നാണ് കണ്ട എല്ലാവർക്കും ബോധ്യപ്പെടുന്നതും അങ്ങനെ തന്നെയാണ് നടക്കുന്നതും. ഇനി ഇതിനെപ്പറ്റി അങ്ങനെ ഒരു കാര്യമാണെങ്കിൽ ഇവിടുന്ന് പറയുമായിരുന്നു, ഒരു വീഡിയോ പറയുമായിരുന്നു. ആ വീഡിയോയിൽ കണ്ടില്ല. ഞങ്ങൾ ഇങ്ങനെ ഒരു നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ജനങ്ങൾക്ക് ഒരുപാട് വാങ്ങിയ ആൾക്കാർ ഉപയോഗിച്ചിട്ട് അതിനെപ്പറ്റി റിസൾട്ടിനെ പറ്റി കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്, അല്ലെങ്കിൽ അതൊരു ചീറ്റിംഗ് ആയ പരസ്യമാണ് അല്ലെങ്കിൽ നടക്കുന്നത്, അങ്ങനെ ഒരു മുടി വളരുമോ എന്നതിനെ പറ്റിയിട്ട് ഞങ്ങൾ ഡോക്ടേഴ്സുമായി സംസാരിച്ച് അങ്ങനെ പല രീതിയിലുള്ള അന്വേഷണം നടത്തിയതിന് ശേഷം ഞങ്ങൾ മൈസൂർക്ക് പോവാണ് എന്ന് വീഡിയോയിൽ പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം വെച്ചാൽ ഇതൊരു എൻക്വയറി ഇല്ലാതെ, അതായത് ഒരു ഡോക്ടേഴ്സായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ വിദഗ്ധരുമായിട്ട് ഇങ്ങനെ മുടി വളരുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു അന്വേഷണം നടത്താതെ
അവരുടെ ക്ഷണപ്രകാരം പൈസ വാങ്ങി പോയി ചെയ്തൊരു വീഡിയോ ആണെന്നാണ് 100% ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ അങ്ങനെ കമൻ്റ് ഇടാം, നിങ്ങൾക്ക് അങ്ങനെയാണോ അല്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടാം. ഞാൻ ജിയമച്ചാനെ വളരെ നല്ല ഇതിൽ കാണുന്ന ആളാണ്, വളരെ സന്തോഷമുള്ള ഇതാണ്, സ്നേഹമുള്ളതാണ്. കാരണം അത്രയും റീച്ചും നല്ല നല്ല വീഡിയോസും ഒരുപാട് ഇൻഫർമേഷൻ കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെയുള്ള ഇൻഫർമേഷനും അതുപോലെ വ്യത്യസ്തമായ വെറൈറ്റി ആയ ഒരു കാഴ്ചപ്പാടോടെ വീഡിയോസ് ചെയ്യുന്ന ആളാണ്. സംസാര ശൈലിയിലായാലും കാര്യങ്ങളിലായാലും ഒത്തിരി ബഹുമാനവും സ്നേഹവും നന്ദിയും ഉണ്ട്, അത് അറിയിക്കുകയാണ്. ഇത് ഇഷ്ടമുണ്ട്. പക്ഷേ ഈ വീഡിയോ ചെയ്തതിൽ എനിക്ക് കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ്. കാരണം കാട്ടിൽ പോയിട്ട് നിങ്ങൾ പോകുന്നു, കാട്ടിൽ ചെല്ലുന്നു, കാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ മറ്റേ വഴിയിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന് കറ്റാർവാഴയുടെ ഇത് പറിക്കുന്നു. നാച്ചുറലായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, അത് കാട്ടിലെ കറ്റാർവാഴയല്ല, അതവിടെ കൊണ്ടുവച്ചിരിക്കുന്നതാണ്. അത്രയും സിമ്പിളായിട്ടാണ് പറിച്ചെടുക്കുന്നത്. അത് തന്നെയല്ല, ആ സ്പോട്ടിൽ കറക്റ്റ് ചെന്ന് നിൽക്കുകയാണ്, നിന്നിട്ട് പെട്ടെന്ന് നോക്കുന്നൊന്നുമില്ല, ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. നമ്മളെ വീഡിയോ കാണാൻ ശ്രദ്ധിച്ച് കാണുക. ഞാനിപ്പോൾ വീഡിയോ സൈഡിൽ കാണിക്കുന്നില്ല, ഇടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ അത് ഫേക്ക് ആണെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പിന്നെ കാടാണ്, കാടിൻ്റെ ഉള്ളിൽ കുറേ ആളുകൾ പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ കുറേ ആൾക്കാർ പറിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അവർ അവിടെ നിന്ന് കുറച്ച് പൂ കൊണ്ടുവരുന്നു, പിന്നെ അതുകൂടാതെ പുല്ലുകൾ കാര്യങ്ങൾ കൊടുക്കുന്നു. ഇതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ സത്യമാണ്. പക്ഷേ ഇതിൽ ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ എടുക്കാനായിട്ട് 12 മണിക്കൂറിൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു. ഇതിന് മുൻപ് മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വന്ന ആളുകൾ ചെയ്തൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു, ഇതിലും വലിയ ഉരുളിയിലായിരുന്നു ചെമ്പിൽ ചെയ്തത്. അന്നും ഇതേമാതിരി എന്തൊക്കെ ഇടുന്നു കാണിച്ചിരുന്നു. ഇത്രേ ഉള്ളൂ. കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ് കൊച്ചു പറഞ്ഞത്. ഞാനും അത് തന്നെയായിരിക്കും. നിങ്ങൾ ഒരുപാട് ആളുകൾ കമൻ്റ് ഇട്ടതും ഒരുപാട് ആളുകളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇതൊന്ന് സത്യമാണെങ്കിൽ വാങ്ങിക്കാനും ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം എന്തുകൊണ്ടാണ്, ഇത് അത്രയ്ക്ക് ആൾക്കാർ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇപ്പം ഞാനായാലും എനിക്ക് മുടിയൊക്കെ ചെറുതായിട്ട് കൊഴിയുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഇംഗ്ലണ്ടിൽ വന്നപ്പോൾ ഇവിടെ ക്ലോറിൻ വെള്ളത്തിൻ്റെ ഉപയോഗം കുറച്ചൊക്കെ ആയപ്പോൾ മുടിയൊക്കെ കൊഴിയാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് ആവശ്യമാണ്. അപ്പം നമുക്കിനി സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യതയുണ്ട്. കൊച്ചും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ മുടിയൊക്കെ കൊഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ, അങ്ങനെയാണോ? കുറച്ച് കഴിഞ്ഞ് മുടി കൊഴിഞ്ഞു കഴിഞ്ഞാൽ മുടി വളർത്തിയെടുക്കണ്ടേ? അപ്പോൾ അതിന് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ബിസിനസ് ഞങ്ങൾ തന്നെ ഇവിടെ ഭയങ്കരമായിട്ട് ഇതിൻ്റെ വേണ്ടി ഒരു ബ്രാഞ്ചസ് എടുത്ത് ചെയ്യാം. കാരണം അത്രയ്ക്കും താല്പര്യമാണ്. കാരണം അതൊരു വലിയ ആൾക്കാർ ആരും ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യമല്ല. ഏത് ലേഡീസ് ആയാലും ഏത് ജെൻസ് ആയാലും മലയാളികൾ പ്രത്യേകിച്ചും മുടി വളർന്ന ഇതിൽ വളരെ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ജിയമച്ചാനോട് റിക്വസ്റ്റ് വയ്ക്കുകയാണ്, ജിയമച്ചാൻ ഇത് വീട്ടിൽ ആരെങ്കിലുമോ അല്ലെങ്കിൽ മുടി കൊഴിയുന്ന ആരെങ്കിലോ, ജിയമച്ചാൻ ഇത്ര ഇതുള്ളതല്ലേ, ഒരു വീഡിയോ ചെയ്യുക. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ അയൽക്കത്തുകളിൽ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ജിയമച്ചാനും പ്രേമച്ചാനൊക്കെ സ്വന്തമായിട്ട് ഒന്ന് പുരട്ടിയിട്ട് അതിൻ്റെ വീഡിയോ എടുക്കുക. 10-ാം ദിവസം മുടി വളരുന്നു. 3 മാസമാണ് അവർ പറയുന്നത്. ഇപ്പം തന്നെ 1 മാസമായി. ഇപ്പം നിങ്ങളത് ഉപയോഗിച്ച് കാണിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ മുടി വളരേണ്ട സമയം കഴിഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ 10-ാം ദിവസം കൊണ്ട് മുടി വളരാൻ തുടങ്ങും. 3 മാസമായി മുടി കാണിച്ചു. 3 മാസമായി മുടി കാണിക്കുമ്പോൾ അത്രയും മുടി എന്ന് പറഞ്ഞാൽ നമ്മുടെ അരക്കെട്ടിൻ്റെ പുറത്ത് ബാക്കിലേക്ക് നോക്കിയാൽ നമ്മുടെ മുന്നിലേക്ക് പൊക്കിളിൻ്റെ ഭാഗത്ത് അത്രയും 3 മാസം കൊണ്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി അവർ അടയാളം പറഞ്ഞതാണ്. അപ്പോൾ അത്രയും മുടി വളർന്നെങ്കിൽ അതിൻ്റെ 1 മാസം കൊണ്ട് എത്ര വളർന്നു നമുക്കറിയാലോ, ആ മാറ്റം അറിയാലോ. ആ മാറ്റം ഒന്ന് കാണിക്കേണ്ടതായിരുന്നു. കാരണം വെച്ചാൽ ഇത് നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളാണ്. അപ്പോൾ അത്രയും ജനങ്ങൾ കാണുകയാണ്. അത് പ്രായഭേദമെന്നേ ഒരു ഇതല്ല, കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവരെ കാണുകയാണ്. അപ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ കൊടുത്ത ഒരു ഇൻഫർമേഷൻ ശരിയാണോ തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. കാരണം പരസ്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കറിയാം. അത്രയും കാര്യങ്ങൾ നമുക്കറിയാവുന്ന ഒരാളാണ്. കാരണം ഒരുപാട് ടെക്നോളജി പരമായിട്ട് റിസർച്ച് നടത്തുന്ന ആളാണ്, ഒരുപാട് ടെക്നോളജി ചെയ്യുന്ന ആളാണ്. ഞാൻ ചെയ്യുന്നതാണ്. ഒരുപാട് പരീക്ഷണം നടത്തിയിട്ട് ഇന്ത്യൻ പേറ്റന്റ് വരെ എത്തിയിരിക്കുന്ന ആളാണ് ഞാൻ. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ അറിയാവുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. കാരണം ജിയമച്ചാൻ്റെ വീഡിയോകളിൽ ഒരുപാട് ശ്രദ്ധിച്ചും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചും ടെക്നോളജി പരമായിട്ടും സയൻസ് പരമായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇതിൽ ചെന്ന് തല വെച്ച് കൊടുത്തപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കണമായിരുന്നു. കാരണം വെച്ചാൽ ഇത് ഓരോ ആൾക്കാരല്ലല്ലോ, ഇത് ജനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പരസ്യം ചെയ്തത്. അത് നിങ്ങൾ പ്രമോഷൻ പൈസ വാങ്ങിയിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് 100% ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഫ്രീ ആയിട്ട് ചെയ്യാൻ സാധ്യത കുറവായതുകൊണ്ടാണ്. അത് ഞാൻ ഉറപ്പിക്കാത്തത്, അതെനിക്ക് സംശയം നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ്.
കാരണം വെച്ച് കഴിഞ്ഞാൽ പൈസ വാങ്ങിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ചോദിക്കുമ്പോൾ അത് നിങ്ങൾക്ക് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് കാണിക്കാനില്ല. പക്ഷേ അങ്ങനെയല്ല, ജിയോ മച്ചാനെ പറ്റിയിട്ട് നമ്മൾ 100% ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വിശ്വാസത്തിൻ്റെ പേരിലാണ് പല ഫിലിം സ്റ്റാറുകളും പല ആളുകളും വന്ന് പരീക്ഷണങ്ങൾക്ക് വരുന്നത്, പലതും വരുന്നത്. അപ്പോൾ എൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് എൻ്റെ ബിസിനസ്സിന് ഞാൻ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ് യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ പരസ്യങ്ങൾ അറിയിക്കുക, എൻ്റെ ബിസിനസ് വളർത്തുക. അതോടൊപ്പം തന്നെ എനിക്ക് കിട്ടുന്ന നല്ല നല്ല ഇൻഫർമേഷനുകൾ ജിയോ മച്ചാൻ ആരുടെയെങ്കിലും ഒന്ന് പരീക്ഷിച്ച് ഇതിനെ പറ്റിയിട്ട് ഒന്ന് റിസൾട്ട് ഉണ്ടാക്കിയിട്ട് ഒരു വീഡിയോ ചെയ്യണം. ഇത് മോള് ആഗ്രഹം പറഞ്ഞതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നതും. പിന്നെ റീച്ചുള്ള ഒരാൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇത്രയും നല്ലൊരു കാര്യങ്ങൾ പറയുമ്പോൾ ഇത്രയും ജനങ്ങൾ സ്നേഹിക്കുകയും അതുപോലെ അംഗീകരിക്കുകയും അതുപോലെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുകയും നല്ല ഇൻഫർമേഷൻ ആയിരിക്കുമെന്ന് കരുതി വീഡിയോ കാണുന്ന ആളുകൾ നമുക്ക് കമൻറ്റുകൾ ജിയോ മച്ചാൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾ ഒരുപാട് വായിച്ചാൽ മനസ്സിലാവും ഇതിലെന്തൊക്കെയാണ് ജിയോ മച്ചാനോട് കമൻറ്റുകളായിട്ട് ചോദിക്കുന്നതെന്ന് പറയുന്നത്. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതിൻ്റെ ഒരു പരീക്ഷ നടത്തിയിട്ട് സ്വന്തം പരീക്ഷ നടത്തണം. കാരണം നമ്മൾ പൈസ വാങ്ങിയതാണ്, പ്രൊമോഷൻ ചെയ്തതാണ്. അപ്പം നമ്മൾ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും, കാരണം വെച്ചാൽ പരസ്യമായിട്ട് ജനങ്ങളുടെ പരസ്യം കിട്ടി ബിസിനസ് നടത്താൻ വേണ്ടിയുള്ള ചെയ്തത്. അപ്പോൾ ഒരു ഇത് ആർക്കെങ്കിലും ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. നമ്മൾ ആരും മനസ്സറിഞ്ഞ് ട്രെയിന് തലവയ്ക്കില്ല. കാരണം ഇത് പരീക്ഷയിട്ട് മുടി കൊഴിഞ്ഞു പോയാൽ പണി പാളും. കാരണം പെൺകുട്ടികളെ ആരംഭിക്കാൻ പറ്റത്തില്ല. പക്ഷേ ആരെങ്കിലും ഒരാൾ റിസ്ക് എടുത്ത്, ഒന്നിന് സ്വന്തമായിട്ട് റിസ്ക് എടുത്ത് ഇതിൻ്റെ സത്യസന്ധത തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം കാണിക്കണം. എന്നാലാണ് നമുക്ക് ഇത് ജനങ്ങൾ വിശ്വസിക്കുകയുള്ളൂ. അതിൻ്റെ ഒരു ആധികാരികമായ കുറച്ച് കാര്യങ്ങൾ കാണണമെന്ന് എൻ്റെ മോക്കും ആഗ്രഹമുണ്ട്, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. ഇതുപോലെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ഇങ്ങനൊരു വീഡിയോയും കൂടി അടുത്തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ വീഡിയോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഇടാം, തുറന്ന് പറയാം. ഇത് നിങ്ങൾ പറയും തെറ്റാണ് അല്ലെങ്കിൽ ഇതാണ്. ഒരു വീഡിയോ ജിയോ മച്ചാൻ തെളിയിക്കുന്നൊരു വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റാണോ എന്നുള്ളത് ഉപയോഗിച്ച ആളുകളെ കുറച്ച് കണ്ടുപിടിച്ചിട്ട് അവരുടെ മുടിയും കാര്യങ്ങളും അവരുടെ വളർച്ചയും അവർക്കുണ്ടായ അനുഭവങ്ങളും ഒന്ന് മലയാളീസിൻ്റെ ഇടയിലും അല്ലെങ്കിൽ ഇപ്പോൾ അവർ പറഞ്ഞത് വെച്ചാൽ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ അവിടെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇങ്ങോട്ട് ചിലപ്പോൾ വരണമെന്നില്ല. അപ്പോൾ അങ്ങനെ ആരെങ്കിലും കുറച്ച് ആൾക്കാർ, കാരണം ഇതിപ്പോൾ ഇത്രയും അവർ പറഞ്ഞു 2015 മുതൽ ഏകദേശം വർഷം പറഞ്ഞു അവർ പൂർവികരായിട്ടുണ്ടെന്നുള്ളത് പറയുന്നത്. അപ്പോൾ 2015 മുതൽ ഉപയോഗിച്ചു തുടങ്ങിയ ഒരു കാര്യമാണെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവുമല്ലോ. ആ ഒരു റിസൾട്ട് എന്തായാലും കാണിക്കണം. അതുകൊണ്ട് കാണിച്ചാലാണ് ജിയോ മച്ചാൻ്റെ ചാനലിന് മില്യണുകൾ അടിച്ചു കയറും. 10-15 ഒക്കെ മില്യണുകൾ അവരെ പോവും, റേഞ്ച് കൂടും. അല്ലെങ്കിൽ മലയാളി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നമുക്ക് ഒരു ഡൗൺ ആവും. കാരണം ഓട്ടോമാറ്റിക് അങ്ങനെ തന്നെയാണ്, ഏത് കാര്യം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, വേറൊന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇടാം. എനിക്കൊരു ദേഷ്യവും പരിഭവവും, ഞാൻ ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ മേടിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ജിയോ മച്ചാൻ ഉപയോഗിച്ച് പല വീഡിയോസും കാണിക്കുന്ന പ്രൊമോഷൻ കാണിക്കുമ്പോൾ പലതും ഉപയോഗിച്ച് കാണിക്കുന്നു, ഇത് ഉപയോഗിച്ച് കണ്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഉപയോഗിച്ച ആളുകൾ, കാരണം സ്വന്തം റിസ്ക് എടുക്കാൻ തയ്യാറല്ലെങ്കിൽ ജിയോ മച്ചാൻ അത് മറ്റൊരു ഉപയോഗിച്ച ആളുകളെ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് കാണിക്കണം, അല്ലെങ്കിൽ ആ ഒരു അനുഭവം പറയിപ്പിക്കണം. കാരണം ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു ചാനലാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ജിയോ മച്ചാനും പ്രവീൺ മച്ചാനും എൻ്റെ എല്ലാവിധ ആശംസകളും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഇനി ഉയരങ്ങളിലേക്ക് പോട്ടെ. ഇനി യൂറോപ്പിൽ എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിൽ ഞാനുണ്ട്, എന്നെ വിളിച്ചാൽ ഞാൻ നിങ്ങളെ സ്വീകരിക്കുന്നതായിരിക്കും. എന്നെ ബന്ധപ്പെടാനുള്ള നമ്പർ എൻ്റെ വീഡിയോസിലേക്ക് കിടക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ ഞാനത് തരാം. നോ പ്രോബ്ലം. കമൻറ്റ് ഇടുകയോ അല്ലെങ്കിൽ അതിൽ വരുന്നത് എവിടെയെങ്കിലും ഇത് ആവശ്യപ്പെട്ടാലും ഞാൻ തരാം. നിങ്ങൾക്ക് സ്വാഗതം. ഇവിടെ വന്ന് 100% എന്നെ കൊണ്ടാവുന്ന എല്ലാ സപ്പോർട്ടും ചെയ്യും കാര്യങ്ങളാണ്. പിന്നെ യൂറോപ്പിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീഡിയോസ് പൊതുജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി എടുക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ നിയമം അതാണ്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയങ്ങളിൽ അവരുടെ സമ്മതമില്ല, അവരാരെങ്കിലും ഒരാൾ കൈകൊണ്ട് നോ കാണിച്ചാൽ പിന്നെ ആ വീഡിയോ എടുക്കാൻ പാടില്ല, എടുത്താൽ കേസും കാര്യങ്ങളും വരും. നമുക്ക് ഭയങ്കര റിസ്ക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയെടുക്കുന്ന വീഡിയോകൾ അധികം എടുക്കാത്തത്. എന്നാലും അവർ സഹകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത ആളുകളുണ്ട്. അങ്ങനത്തെ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, അതൊക്കെ എഡിറ്റ് ചെയ്ത് അധികം വയ്യാതെ വരുന്നതാണ്. കാരണം വെച്ചാൽ കുറേ ആൾക്കാർക്ക് കുഴപ്പമില്ല, കുറേ ആൾക്കാർക്ക് കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ഇടയിൽ ഇറങ്ങി തുള്ളി ചാടാനോ കാര്യങ്ങൾ നിൽക്കില്ല. ഇൻഫർമേഷൻ കൊടുക്കാവുന്ന രീതിയിൽ കാര്യങ്ങളാണെങ്കിൽ അവരോട് പറയും, ഇതൊരു ഇൻഫർമേഷനാണ്, നാട്ടിലേക്ക് ഉള്ളതാണ്, അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ചെയ്തോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലർ പറയും ഞങ്ങളെ കൂട്ടി എടുത്തോളം പറയും, ചിലർ പറയും മാറി തരും, നമ്മൾ എടുക്കാമെന്ന് പറയും. അത് ഓപ്പണായിട്ടുള്ള റൂട്ടിൽ കിടന്നിട്ടോ അഭ്യാസങ്ങൾ കാണിച്ചിട്ടോ അല്ല. അതൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് സീക്രട്ടായിട്ട് അവരെ പെടാത്ത രീതിയിലും അല്ലെങ്കിൽ അവരെ പെട്ടാലും അതിനെ എഡിറ്റ് ചെയ്ത് കളയാവുന്ന രീതിയിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ, സി യു.